പന്തനത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റെസ്ലിംഗിലെ പുഷ് ആൻഡ് പുൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡ്രിൽസ് ആൻഡ് എക്സസൈസ് ആണ്. ബേസിക് റെസ്ലിംഗിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പുഷ് ആൻഡ് പുൾ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിൽസ് ആണെങ്കിലും നമ്മുടെ ഡ്രിൽസ് ആണെങ്കിലും നമുക്കത് നോക്കാം. ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കോമ്പാക്ട് സ്പോർട്ടാണ് റെസ്ലിംഗ്. നമ്മളാദ്യം ഉന്താനും തള്ളാനാണ് ആദ്യം പയ്യെ പഠിച്ചു വന്നത്. പിന്നീടാണ് നമ്മൾ ഓരോന്നിലേക്ക് അപ്ഗ്രേഡ് ആയി വന്നത്. അപ്പോൾ നമ്മുടെ ബേസിക് നോളജ് എന്ന് പറയുമ്പം ആദ്യം നമുക്ക് എന്താ പറയുക, പിടിച്ചുന്താനും വലിക്കാനുമാണ് നമുക്ക് പഠിക്കേണ്ടത്. റെസ്ലിങ്ങിൽ നമുക്ക് ചെന്നിട്ട് ഒരുത്തിനെ നേരെ ഉന്തിയിടാനോ അല്ലെങ്കിൽ ചുമ്മാ ഒരുത്തിനെ വലിച്ചിടാനോ നേരെ പറ്റില്ല. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്തും ബോഡി വെയ്റ്റ് യൂസ് ചെയ്തിട്ടുമാണ് നമ്മൾ ഓപ്പണിനെ ഉന്തുന്നതും വലിക്കുന്നതും. അതിൻ്റെ ബേസിക് ഡ്രിൽസും സ്കിൽസും കുറേ രീതിയിലുണ്ട്, കുറേ വേരിയേഷൻസ് ഉണ്ട്. അതാണ് നമ്മളിപ്പം മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡി? ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ ഗ്രിപ്പാണ്. ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗ്രിപ്പ് എപ്പോഴും നമ്മുടെ കോണ്ടാക്ട് പൊസിഷൻ. ആ പൊസിഷൻ എന്ന് പറയുന്നത് കഴുത്തിൽ ഒരു കൈ ഹോൾഡ് ചെയ്യുന്നു, ഒരു കൈ കയ്യിലും ഹോൾഡ് ചെയ്യുന്നതാണ്. ഇതിൽ നമ്മൾ പിടിച്ച് പുഷ് പുൾ, ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അകത്തോടെ കൈ പിടിക്കുക, ഇതുപോലെ രണ്ട് കൈ ഫോക്കസ് ചെയ്യുന്നു. ഒരേ ബോഡി വെയ്റ്റ് ലെവലിൽ സ്ട്രേറ്റ് പൊസിഷനിൽ നിൽക്കുന്നു. ഇവിടുന്ന് ഒരു സൈഡ് പുഷ് ചെയ്യുന്നു, വീണ്ടും അകത്തൂടെ റൊട്ടേറ്റ് ചെയ്യുന്നു, ഇവനും അകത്തോട്ട് റൊട്ടേറ്റ് തന്നെ പുഷ് ചെയ്യും, പുഷ്, വീണ്ടും അകത്തൂടെ പുഷ് പുഷ് പുഷ്. നെക്സ്റ്റ് വൺ ഇത് തന്നെ നമ്മൾ വേറെ രീതിയിലുണ്ട്. കൈ രണ്ടും ഹോൾഡ് ചെയ്തുകൊണ്ടുള്ളത്. സ്ട്രേറ്റ് ഹോൾഡ്, ഇവിടുന്ന് സ്ട്രേറ്റ് പുഷ് പുഷ്, കൈ അകത്തിടുക. നെക്സ്റ്റ് വൺ ഹഗ് പുഷിൽ നിന്ന് സൈഡ് പുഷാണ്. കൈ പുഷ് ചെയ്യുന്നു, മാറ്റുന്നു. ഇത് തന്നെ, നീ അകത്തോട് പുഷ് ചെയ്ത് കൈ തള്ളുക, ഹോൾഡ് ചെയ്യുന്നു, വീണ്ടും ഇൻ, കൈ കയറ്റുന്നു, ഇവിടുന്ന് വീണ്ടും പുഷ്, വീണ്ടും പുഷ്. കാലും അതനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇൻ 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 ഇൻ. നെക്സ്റ്റ് വൺ ഹഗ് ഹോൾഡ് ചെയ്യുന്ന തന്നെ, കൈ അകത്തേക്ക് കയറ്റുന്നു, ഹോൾഡ് ചെയ്യുന്നു, ഗ്യാപ്പ് ഉണ്ടാക്കുന്നു, കൈ അകത്തേക്ക് കയറ്റുന്നു, ഹോൾഡ്, വീണ്ടും ഹോൾഡ് ഹോൾഡ് ഹോൾഡ്. ഈ മൂന്നെണ്ണമാണ്. കയറ്റാവും, കയ്യാത്തോട് കയറ്റാവും, പോട്ടെ, കയ്യാത്തോട് കയറ്റേ. ഇപ്പം ചെയ്ത 3-4 ഡ്രിൽസിൻ്റെ കമ്പൈൻ ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രിൽസ് ഉണ്ട്. ലിഫ്റ്റൂടെ കൂടി വരുന്നത് ഓരോ സ്കിൽസിൻ്റെ. ഇൻ 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 ഇൻ, അടുത്ത ഇന്നിൽ ഇവിടുന്ന് കയറുന്നു, ലിഫ്റ്റ് ഡൗൺ. നെക്സ്റ്റ് വൺ ഇപ്പോൾ ചെയ്തതിലും വേറൊന്നും ഉണ്ടല്ലോ. പുഷ് കഴിഞ്ഞ് മറ്റടുത്ത് വരുന്നത് കൈ ഹോൾഡ് ചെയ്യുന്നതല്ലേ, കൈ ഹോൾഡ് ചെയ്യുന്ന സാധനം. ഹോൾഡ് 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 ഹോൾഡ്. ഈ ഹോൾഡില്ലേ, ഈ ഹോൾഡ് വരുമ്പം സൈഡ് ബാക്ക് പ്ലീസ്. നെക്സ്റ്റ് വൺ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ നേരത്തെ തന്ന ഈ ഹോൾഡ് 1 2
3, 4, 5, lift. നമുക്കിനി വരുന്ന ഓരോ പുഷ് ആൻഡ് പുള്ളിലെ ഡ്രിൽസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പൊസിഷൻ വെച്ചാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം റെസ്ലിംഗ് 2 ടൈപ്സ് ഓഫ് റെസ്ലിംഗ് ഉണ്ട്. ഒളിമ്പിക് ലെവലിൽ ഗ്രീക്കോ റോമൻ ആൻഡ് ഫ്രീ സ്റ്റൈൽ, രണ്ടിലും 2 സ്റ്റാൻഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഫ്രീ സ്റ്റൈലിൽ നമ്മൾ കുറച്ചുകൂടെ ബെൻഡ് ചെയ്ത് നിന്ന് പിടിക്കും സ്കോട്ട് പൊസിഷനിൽ. ഗ്രീക്കോ റോമനിൽ നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്നാണ് റെസ്ൽ ചെയ്യാറ്. ഞാൻ ഗ്രീക്കോ റോമൻ റെസ്ലറാണ്. അപ്പം എൻ്റെ സ്റ്റാൻസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. സ്ട്രെയിറ്റ് ഷോൾഡർ ലെവലിൽ നിന്ന് റൈറ്റ് ലീഡ് ലെഗ് സ്ട്രെയിറ്റ് വരും. ഈ ലെഗ് ഇതിൻ്റെ കൂടെ തന്നെ സ്ട്രെയിറ്റ് വന്നിട്ട് ഈ സൈഡ് ഷോൾഡർ ലെവലില്ലേ, ഈ ഷോൾഡർ ലെവലിന് കമ്പയർ ചെയ്ത് വെക്കും. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കണ്ടോ, സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് വരുന്നത്. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ പ്രോപ്പർ പൊസിഷനിലേക്ക്. എപ്പോഴും നമുക്കൊരു ലീഡ് ലെഗ് ഉണ്ടാവും. ലീഡ് ലെഗ് എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ പവർ യൂസ് ചെയ്യുന്ന ലെഗ്. ആ ലെഗ് ആയിരിക്കും എപ്പോഴും നമ്മുടെ ലീഡായിട്ട് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ ലീഡ് ലെഗ്. ഫ്രീ സ്റ്റൈൽ സ്റ്റാൻസിൽ ഇത് തന്നെയാണ് സെയിം പൊസിഷൻ, ബട്ട് നമ്മൾ കുറച്ചുകൂടെ ബെൻഡ് ചെയ്യും താഴോട്ട്, സ്കോട്ട് പൊസിഷനോട് താഴോട്ട്. ഫ്രണ്ടിൽ നമ്മുടെ ഗാർഡ് വരുന്നു. ഗാർഡ് എന്ന് പറയുന്നത് നമ്മുടെ 2 കൈ. കാരണം നമുക്ക് ഇങ്ങോട്ട് അറ്റാക്ക് വരുമ്പോൾ നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് ഫ്രണ്ടിലോട്ട് അറ്റാക്ക് ചെയ്യാനും കൈയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യം പോകുന്ന മെയിൻ തിങ് നമ്മുടെ കൈ തന്നെയാണ്. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റാൻസ്. നമ്മുടെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലോട്ട്, സൈഡിലോട്ട്, പിന്നെ ലെഫ്റ്റ് റൈറ്റ്, പിന്നെ റൊട്ടേഷനാണ്. പുറകിലോട്ട് നമുക്ക് മൂവ്മെൻറ്റ്സ് ഇല്ല. ഇതാണ് നമ്മുടെ മൂവ്മെൻറ്റ് വരുന്നത് മെയിനായിട്ട്. ലീഡ് നടക്കുമല്ല നമുക്ക് മൂവ്മെൻറ്റ്സ് ഫോക്കസ് ചെയ്തു. ലീഡ് സൈഡ് പിന്നെ റൊട്ടേഷൻ ബാക്ക് റൊട്ടേഷൻ, മൂവ് സൈഡ് റൊട്ടേറ്റ്. ഇതാണ് നമ്മുടെ മെയിൻ പോസ്റ്റർ റൊട്ടേഷൻ മൂവ്മെൻറ്റ്സ് വരുന്നത്. നമ്മൾ പൊസിഷൻ വരുമ്പം പൊസിഷൻ ഹോൾഡ് എങ്ങനെയാണ് ഒരു കോമ്പറ്റീഷൻ ലെവലിൽ അല്ലെങ്കിൽ നമ്മൾ ഔട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പൊസിഷൻ ഹോൾഡ് വരുന്നത്. ലീഡ് ആ ലെഗ് ലീഡ് വെച്ചു. ഓപ്പോണൻറ്റിൻ്റെ ലീഡ് ലെഗിൽ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എപ്പോഴും വെക്കുന്നത്. അങ്ങനെ തന്നെ വെക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏത് ലെഗാണ് കംഫർട്ട് ആ ലെഗിൽ നമുക്ക് നിൽക്കാമെന്നായിരിക്കും. ഹോൾഡ്. ഇവിടെ നമ്മുടെ എന്താ കോണ്ടാക്ട് പൊസിഷൻ എന്ന് പറയുന്നത് മുമ്പ് ചെയ്ത പോലെ തന്നെ ഹോൾഡ്. ഇതാണ് കോണ്ടാക്ട് പൊസിഷൻ എന്ന് പറയുന്നത്. ഫ്രീ സ്റ്റാൻസിൽ നമുക്ക് പിടിക്കാൻ പറ്റും. ഈ 2 പൊസിഷനിൽ നിന്നാണ് നമ്മൾ ബൗട്ട് പിടിക്കുന്നത്. ഇവിടെ നമ്മുടെ പുഷ് ആൻഡ് പുൾ എങ്ങനെ സഹായിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റർ ബോഡി വെയ്റ്റും നമ്മുടെ ഹോൾഡും കൺട്രോൾ ചെയ്യുന്ന ഈ പോസ്റ്ററിൽ നിന്ന് നമ്മൾ പുഷ് യൂസിങ് ബൈ ദ ബോഡി വെയ്റ്റ് ആൻഡ് അവർ മൂവ്മെൻറ്റ്സ്. പുഷ്, പിന്നെ സൈഡ്. ഇവിടെ നിന്ന് പിന്നെ റൊട്ടേഷനാണ് വരുന്നത്. റൊട്ടേഷൻ ആണ് നമ്മുടെ മൂവ്മെൻറ്റ്സ്. പുഷ്, സൈഡ് റൊട്ടേറ്റ്. ഇതാണ് മെയിനായിട്ട് നമ്മുടെ മൂവ്മെൻറ്റ്സ് വരുന്നത്. മെയിൻ പുഷ്. ഓക്കെ, തിരിച്ച് പുഷ് ചെയ്തോ. പുഷ്, ഹോൾഡ് കഴുത്തിൽ ഹോൾഡ്. ഗുഡ്. വാ, പുഷ്. എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. നമ്മൾ ഏത് ലീഡ് ലെഗാണ് ഫ്രണ്ട് വെക്കുന്നത് ആ ലീഡ് ലെഗിലെ കൈ ആയിരിക്കും നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ബോഡി വെയ്റ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴും നേരെ ഫ്രണ്ടിലുള്ള കൈ ആയിരിക്കണം ഹോൾഡ് ചെയ്യാൻ നിൽക്കേണ്ടത്. യൂസ് യുവർ ബോഡി വെയ്റ്റ്. പുഷ്. ബേസിക് റെസ്ലിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പുഷ് ആൻഡ് പുൾ സ്കിൽ അല്ലെങ്കിൽ ഡ്രിൽ എന്ന് നമുക്ക് പറയാം. ബേസിക്കായിട്ട് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന ഒരു സ്കില്ലാണത്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു ഓപ്പണറിനെ പുഷ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഓപ്പണർ റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഓപ്പണർ പാസീവ് ആവും. അതുകൊണ്ടും അല്ലെങ്കിലും നമ്മൾ ഒരാൾക്ക് ഒരു ശക്തി കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടൊരു പുഷ് എന്തായാലും കിട്ടും. അവിടെയാണ് നമ്മൾ നമ്മുടെ ഈ വലി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ചുമ്മാ പോയി ഒരുത്തനെ നേരെ നിൽക്കുന്ന ഒരുത്തനെ വലിച്ചിടാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ഡയറക്റ്റ്ലി പുഷ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് ഓട്ടോമാറ്റിക്കലി ഒരു പുഷ് വരും. പുഷ് ചെയ്യും. ഈ സമയത്തായിരിക്കും നമ്മൾ ഓപ്പണറിനെ താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നത്. കമോൺ, ലൈക്ക് പുഷ് മൂവ്മെൻറ്റ്, പുഷ് ദെൻ ഡൗൺ. അതാണ് ഗുഡ്. നൈസ്, ഗുഡ്. പുറകോട്ട് മൂവ്മെൻറ്റ് ഇല്ല, ഡ്രാഗ് ഡൗൺ മാത്രമേ ഉള്ളൂ. പുറകോട്ട് മൂവ് ചെയ്യല്ലേ, റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ്. ഗുഡ്.
ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്ലിംഗ് സ്റ്റാൻഡ്സ് ഉണ്ട്, കുറേ സ്റ്റാൻഡ്സ് ഉണ്ട്. ഓരോരുത്തർ യൂസ് ചെയ്യുന്ന ഓരോ ടൈപ്പ് ഓഫ് സ്റ്റാൻഡ്സ് ആണ്. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും നമ്മുടെ ലീഡ് ലെഗിൻ്റെ താഴെ നേരെ താഴെയായിട്ട് തന്നെ നമ്മുടെ ചിൻ വരും. ഇതാണ് നമ്മുടെ ബോഡി വെയ്റ്റ് കൺട്രോളിങ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ വെച്ചായിരിക്കും മെയിൻലി എല്ലാ റെസ്ലേഴ്സും ഫോക്കസ് ചെയ്യുന്നത്. ചിലർക്ക് വൈഡ് സ്റ്റാൻഡ്സ് ആയിരിക്കും, ചിലർക്ക് സ്ട്രേറ്റ് സ്റ്റാൻഡ്സ് ആയിരിക്കും, ചിലർ ചിലപ്പോൾ അപ്പർ സ്റ്റാൻഡ്സിൽ തന്നെ നിന്നായിരിക്കും പിടിക്കുന്നത്. ഓരോ കൺട്രീസിലോട്ട് വരുമ്പോഴാണേലും ഓരോ ക്ലാസ്സിലോട്ട് വരുമ്പോഴാണേലും അവർ ഡിഫറെൻറ്റ് സ്റ്റാൻഡ്സാണ് അവരെ പഠിപ്പിക്കുന്നത്. ഇത് ഒരിക്കലും റെസ്ലിംഗ് ഒരിക്കലും സ്റ്റാൻഡ്സ് മാറ്റേഴ്സ് അല്ല, അതൊരിക്കലും ഒരു വിഷയമല്ല. അത് നമ്മൾ എങ്ങനെ റെസ്ൽ ചെയ്യുന്നു, നമ്മൾ ഏതൊക്കെ സ്കിൽ അപ്ലൈ ചെയ്യുന്നു, അതനുസരിച്ചായിരിക്കും നമ്മുടെ റെസ്ലിംഗ് കരിയർ പോകുന്നത്. പന്തരത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ സ്കിൽസുമായിട്ട് കാണാം. സീ യു ഗൈസ്.